ഗായ്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബെല്ലയുടെ ദേഷ്യവും ഭീഷണിയും എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇസബെല്ല ഐസക്കിനോട് വളരെ ദേഷ്യപ്പെടുന്നു. കെവിനെ അരുന്ധതി അടിയന്തരമായി കാണാൻ വിളിച്ചതിന് പിന്നിൽ വലിയ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾ സംശയിക്കുന്നു. ഹരിവക്കീൽ വെറുമൊരു സാധാരണക്കാരനല്ലെന്നും അയാൾ ഒരു ജഡ്ജ് ആയതുകൊണ്ട് പ്രൈം മിനിസ്റ്റർക്ക് പരാതി കൊടുക്കുമെന്ന് പറയുന്നത് നിസ്സാരമായി കാണാനാകില്ലെന്നും അവൾ ഭയപ്പെടുന്നു. തങ്ങളെ ചതിച്ച് നന്ദനും ദേവികയും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ താൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇസബെല്ല ഐസക്കിനോട് ഭീഷണി മുഴക്കുന്നു. ഹരിവക്കീൽ സിദ്ധാർത്ഥനോടും ദേവികയോടും തൻ്റെ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നു. നന്ദൻ എന്തൊക്കെയോ സത്യങ്ങൾ മറച്ചുവെക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദൻ്റെ അതേ ശരീരഭാരവും ഉയരവുമുള്ള ഒരാളെ കൊന്ന് മറ്റാരുടെയും സഹായമില്ലാതെ സ്വയം കുഴിയെടുത്ത് മൂടാൻ നന്ദന് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് വക്കീൽ വ്യക്തമാക്കുന്നു. അരുന്ധതിയെ പോയി കണ്ടപ്പോൾ അവരുടെ മുഖത്ത് മകനെ കാണാതായതിൻ്റെ സങ്കടമല്ല, മറിച്ച് വലിയ ഭയവും ടെൻഷനുമാണ് കണ്ടതെന്നും ഹരിവക്കീൽ നിരീക്ഷിക്കുന്നു. എന്തൊക്കെയോ വലിയ രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും നന്ദനോട് ഒരിക്കൽ കൂടി സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറയുന്നു. രജനിയെ സമാധാനിപ്പിക്കുന്ന ഗിരിയെയാണ് പിന്നീട് കാണിക്കുന്നത്. അവിടെ എല്ലാവരും വലിയ ടെൻഷനിലാണെന്നും ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടതില്ലെന്നും ഗിരി പറയുന്നു. നന്ദനെ കണ്ട് ആശ്വസിപ്പിക്കാൻ രജനി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ രജനി ഇപ്പോൾ 3 മാസം ഗർഭിണിയാണെന്നും പൂർണ്ണ വിശ്രമമാണ് വേണ്ടതെന്നും ഗിരി ഓർമ്മിപ്പിക്കുന്നു. പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയതിനു ശേഷം പോകാമെന്ന് പറഞ്ഞ് ഗിരി അവളെ പിന്തിരിപ്പിക്കുന്നു. ഈ സമയം ശാരിക വന്ന് മുൻപ് ആശുപത്രിയിൽ വെച്ച് ദേഷ്യപ്പെട്ടതിന് ഗിരിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അരുന്ധതി കെവിനോടും ഋഷിയോടും കടുത്ത ദേഷ്യത്തിലാണ്. ഈ കാര്യത്തിൽ ഒളിച്ചുവെക്കാൻ കഴിയില്ലെന്നും എത്രയും പെട്ടെന്ന് സത്യം പുറത്തറിയിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. സമൂഹത്തിൽ സ്വാധീനമുള്ള കെവിൻ തന്നെ ഇതിന് മുൻകൈയെടുക്കണമെന്ന് അവർ പറയുന്നു. ഹരിവക്കീൽ പ്രൈം മിനിസ്റ്റർക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞത് തൻ്റെ അഭിനയം കണ്ടുപിടിക്കാനാണെന്ന് അരുന്ധതി ഭയക്കുന്നു. അയാൾ സാധാരണക്കാരനല്ലെന്നും എല്ലാം പറഞ്ഞ് കീഴടങ്ങുന്നതാണ് നല്ലതെന്നും അവർ കെവിനോട് പറയുന്നു. എന്നാൽ ഇതിന് വിസമ്മതിച്ച് ഋഷി ആത്മഹത്യാ ഭീഷണി മുഴക്കി അകത്തേക്ക് പോകുന്നു. കെവിൻ അരുന്ധതിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നന്ദൻ തൻ്റെ സുഹൃത്താണെന്നും ഋഷിയോട് തോന്നിയ സഹതാപം കൊണ്ടാണ് കൂടെ നിൽക്കേണ്ടി വന്നതെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അവസാന രംഗത്തിൽ ഹരിവക്കീലും ദേവികയും ചേർന്ന് നന്ദനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് നന്ദൻ ഒറ്റയ്ക്ക് ചെയ്ത കൊലപാതകമല്ലെന്നും കൂടെ ആരൊക്കെയോ ഉണ്ടെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ തനിക്ക് കൂട്ടാളികൾ ആരുമില്ലെന്നും താൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നും നന്ദൻ വാദിക്കുന്നു. എങ്കിൽ ഋഷിയെ കുഴിച്ചു മൂടിയ സ്ഥലം കാണിച്ചു തരാൻ ഹരിവക്കീൽ ആവശ്യപ്പെടുമ്പോൾ തനിക്ക് ഓർമ്മയില്ലെന്ന് നന്ദൻ കള്ളം പറയുന്നു. താൻ ഒരുപാട് തരികടകളെ കണ്ടിട്ടുള്ളതാണെന്നും അതുകൊണ്ട് തന്നോട് കള്ളം പറയരുതെന്നും ഹരിവക്കീൽ നന്ദന് മുന്നറിയിപ്പ് നൽകുന്നു. ദേവിക നന്ദൻ്റെ കാലിൽ പിടിച്ച് സത്യങ്ങൾ തുറന്നു പറഞ്ഞ് സ്വയം രക്ഷപ്പെടാൻ അപേക്ഷിക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.